ഇന്ന് നമുക്ക് അടുത്തൊരു സബ്ജക്റ്റിലേക്ക് പോകാം. സംഗീതത്തിൻ്റെ തന്നെ മെയിൻ ഒരു സബ്ജക്റ്റാണ് 72 മേളകർത്ത രാഗം. ഈ 72 മേളകർത്ത രാഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം അതിൻ്റെ നമ്മുടെ ജനകരാഗങ്ങളാണ്. ജനകരാഗങ്ങൾ 72 രാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെ ജനകരാഗങ്ങൾ അല്ലെങ്കിൽ പാരൻ്റ് രാഗങ്ങൾ എന്ന് പറയാം. ഈ പാരൻ്റ് രാഗങ്ങൾ 72 മേളകർത്ത രാഗങ്ങൾ ഇതെല്ലാം സമ്പൂർണ്ണ രാഗങ്ങൾ. സമ്പൂർണ്ണ രാഗങ്ങൾ എന്ന് വെച്ചാൽ സരിഗമ പദനി എന്ന 7 സ്വരങ്ങളും ഉള്ള രാഗങ്ങളാണ് സമ്പൂർണ്ണ രാഗം. അപ്പോൾ ഈ 72 മേളകർത്ത രാഗങ്ങളും സമ്പൂർണ്ണ രാഗങ്ങളാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും എല്ലാത്തിലും 7 സ്വരങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ എന്താ രാഗത്തിൻ്റെ വ്യത്യാസം എന്ന് നാച്ചുറലി ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ? അത് നമുക്ക് പിന്നെ പഠിക്കാം. എന്നുവെച്ചാൽ അതിലെ രി ഗ മ ദ നി ഈ 5 സ്വരത്തിനും വ്യത്യാസമുണ്ട്. 72 മേളകർത്ത രാഗങ്ങളിലും ഈ 5 സ്വരത്തിന് ഏതെങ്കിലും ഒരു സ്വരത്തിൻ്റെ വ്യത്യാസങ്ങൾ കാണും. അപ്പോഴാണ് 72 മേളകർത്ത രാഗങ്ങൾ. ഇനി 72 മേളകർത്ത രാഗങ്ങൾ എങ്ങനെ ക്രോഡീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അത് 72 മേളകർത്ത രാഗങ്ങൾ 12 ചക്രങ്ങളിലായിട്ടാണ് ക്രോഡീകരിച്ചിരിക്കുന്നത്. ഓരോ ചക്രത്തിലും 6 രാഗം വീതം. അപ്പം 12 × 6 72. മനസ്സിലായില്ലേ? അപ്പം 6 രാഗം വീതം ഓരോ ചക്രങ്ങൾ, അങ്ങനെ 12 ചക്രങ്ങളിലായിട്ടാണ് 72 മേളകർത്ത രാഗങ്ങളെ നമ്മൾ ക്രോഡീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? അത് 72 മേളകർത്ത രാഗങ്ങൾ ഒരു നിശ്ചിത നമ്പർ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. സപ്പോസ് അത് പിന്നെ മാറുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഒരു വ്യത്യാസവും ഒരിക്കലും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിതിങ്ങനെ ചിട്ടപ്പെടുത്താൻ പറ്റുന്നത്. അതേസമയം ജന്യരാഗങ്ങളാണെങ്കിൽ പിന്നെയും രാഗങ്ങൾ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ചിട്ടപ്പെടുത്തൽ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഇന്ന രാഗങ്ങൾ ഇന്ന അടുത്ത് വെക്കണം എന്ന് വെക്കാൻ പറ്റത്തില്ല. ഇനി 72 ചക്രങ്ങളുടെ പേര് ആദ്യം പഠിക്കാം. അപ്പോൾ 72 മേളകർത്ത രാഗങ്ങൾ 12 ചക്രങ്ങളിലാക്കി ക്രോഡീകരിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം ചക്രത്തിൻ്റെ പേര് പഠിക്കാം. പിന്നെ ഓരോ ചക്രത്തിലെയും രാഗങ്ങളെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒരു 2 ക്ലാസ്സായിട്ട് നമുക്ക് ചെയ്യാം ചക്രങ്ങളുടെ പേര്. അപ്പം ആദ്യത്തെ 6 ചക്രത്തിന് പൂർവാംഗമെന്നും രണ്ടാമത്തെ അത് കഴിഞ്ഞുള്ള 7 മുതൽ 12 ചക്രത്തിന് ഉത്തരാംഗമെന്നും പറയും. പൂർവാംഗം, ഉത്തരാംഗം. ഇനി പൂർവാംഗ ആദ്യത്തെ 6 ചക്രങ്ങളിലും 3 സ്വരങ്ങൾ ഫിക്സഡ് ആണ്. ഏത്? സ, പ ആൻഡ് ശുദ്ധമധ്യമം. ഇത് 3ഉം ഇതിനെ ഈ 6 ചക്രത്തിലെ രാഗങ്ങളെ ശുദ്ധമധ്യമ രാഗങ്ങളെന്ന് പറയും. പൂർവാംഗ രാഗങ്ങളെല്ലാം ശുദ്ധമധ്യമ രാഗങ്ങളായി. അതേസമയം 7 മുതൽ 12 ചക്രം വരെയുള്ള ഉത്തരാംഗ രാഗങ്ങളെല്ലാം പ്രതിമധ്യമ രാഗങ്ങൾ. പ്രതിമധ്യമം എന്താണ്? വല്യമ. ശുദ്ധമധ്യമോ പ്രതിമധ്യമോ? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ 16 ഷോഡസ്വരങ്ങൾ കൊണ്ടാണ് ഈ 72 മേളകർത്ത രാഗങ്ങളുടെ വേർതിരിച്ചിരിക്കുന്നത്. സ്വരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഷോഡദശ എന്ന് പറഞ്ഞാൽ 16 സ്വരസ്ഥാനം. ഈ 16 സ്വരസ്ഥാനത്തിൽ രി ഗ ധ നി. രിഗധനിക്ക് 3 വിഭാഗമുണ്ട്. അതായത് ചെറിയ രി, കുറച്ചും കൂടെ വലിയ രി, കുറച്ചും കൂടെ വലിയ രി. അതായത് ശുദ്ധ ചതുർശ്രുതി ഷഡ്ശ്രുതി ഋഷഭം. അതേപോലെ ഗായ്ക്ക് 3 എണ്ണം ഉണ്ട്, ദായ്ക്ക് 3 ഉണ്ട്, നീക്ക് 3 ഉണ്ട്. പക്ഷെ മായ്ക്ക് 2 മാത്രമേ ഉള്ളൂ. അതാണ് ഈ 36 രാഗങ്ങൾ. ആദ്യത്തെ 6 രാഗങ്ങൾ എന്താണ്? 6, 6, 36. 36 രാഗങ്ങളിലും മാ ഏതാണ്? ശുദ്ധമധ്യമം. അടുത്ത 36 രാഗങ്ങളിലും മാ പ്രതിമധ്യമം. അതുകൊണ്ട് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ, ജനകരാഗങ്ങളുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ഉത്തരാംഗം, പൂർവാംഗം. അതായത് ശുദ്ധമധ്യമ രാഗം, പ്രതിമധ്യമ രാഗം. ഇനി പ്രധാനമായിട്ട് ഒരു കാര്യം ഓർക്കാനുള്ള, ഒന്നാമത്തെ രാഗം എന്ന് വെച്ചോ, ഒന്നാമത്തെ രാഗവും 37ാമത്തെ രാഗവും ഒരേ ഒരു സ്വരത്തിൻ്റെ വ്യത്യാസമായിരിക്കും. ഒന്നാമത്തെ രാഗത്തിൻ്റെ സ്വരത്തിൻ്റെ സ്വഭാവം നമുക്കറിയാമെങ്കിൽ 37ാമത്തെ രാഗത്തിൻ്റെ സ്വരത്തിൻ്റെ സ്ഥാനത്ത് ശുദ്ധമധ്യമം മാറ്റി പ്രതിമധ്യമം ഇട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 36 രാഗം പഠിച്ചാൽ മതി. നമുക്ക് 37 മുതൽ 72 രാഗം വരെ നമുക്ക് എഴുതാൻ പറ്റും. കാരണം എല്ലാത്തിലും മാ മാത്രം കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ 72 രാഗങ്ങൾ അപ്പോൾ പഠിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ചക്രങ്ങളുടെ പേര് പഠിക്കാം. ആദ്യത്തെ ചക്രത്തിൻ്റെ പേര് ഇന്ദു. ഇന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ. ഈ ലോകത്തിൽ ഒരു ചന്ദ്രനല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒന്നാമത്തെ ചന്ദ്രന് ഇന്ദു എന്ന് പേര് കൊടുത്തത്. ഇനി നേത്ര, നമ്മുടെ കണ്ണ് 2 ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ചക്രത്തിന് നേത്ര. എന്ത് രസമല്ലേ പേര് കൊടുത്തിരിക്കണേക്കെ, എന്തൊരു ബുദ്ധിയല്ലേ പണ്ടത്തെ പണ്ഡിതന്മാർ.
മൂന്നാമത്തെ ചക്രം അഗ്നി. അപ്പോൾ അഗ്നിയാണ് നമുക്കിപ്പോൾ 3 ദക്ഷിണ അഗ്നി, അഹവനീയ അഗ്നി, ഗാർഹപത്യ അഗ്നി. അങ്ങനെ 3 അഗ്നിയുണ്ട്. അതുകൊണ്ട് അഗ്നി, മൂന്നാമത്തെ ചക്രത്തിന് അഗ്നി എന്ന് പേര് കൊടുത്തു. മനസ്സിലായോ? നമ്മൾ അഗ്നിയിൽ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും ആദ്യം പഠിക്കുന്ന അഗ്നിയിലെ ഒരു രാഗമാണ്. ഏത് രാഗമാണ് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അഗ്നിയിലെ 3ാമത്തെ രാഗമായ 15ാമത്തെ രാഗം. 6, 6, 12. അപ്പം 3ാമത്തെ രാഗത്തിൽ ഇവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? 13, 14, 15. അപ്പം 3ാമത്തെ ചക്രത്തിലെ 3ാമത്തെ രാഗം ഏതാണ്? 15ാമത്തെ രാഗം ഏതാണ് നമ്മൾ പഠിക്കുന്നത്? എല്ലാവരും പഠിക്കുന്ന രാഗമാണ്. നമ്മൾ സപ്തസ്വരം പഠിക്കുന്ന രാഗം ഏതാണ്? മായ, മാളവ, ഗൗള. ശരിക്കും രാഗത്തിൻ്റെ പേര് മാളവ ഗൗളയാണ്. അതിന് മായ എന്ന് കടവയാതി സൂത്രത്തിലെ നമ്പർ കിട്ടാൻ വേണ്ടി മായ എന്ന പ്രിഫിക്സ് ചേർത്തിട്ട് മായാമാള ഗൗള എന്ന് ഇപ്പോൾ എല്ലാവരും നമ്മൾ ആ രാഗത്തിൻ്റെ പേര് മായാമാള ഗൗള എന്നങ്ങ് തീർത്തിപ്പെടുത്തി നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ 3 ചക്രം വരെ നമ്മൾ പഠിച്ചു. ഇന്ന് 3 ചക്രം മതി. അടുത്ത ദിവസം നമുക്ക് ബാക്കി 9 ചക്രവും ഒറ്റയടിക്കും പഠിക്കാം. ഇന്ന് 3 ചക്രം മതി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഞാൻ കുറേശ്ശെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കേൾക്കണം. അപ്പോൾ ഇന്ന് ജനകരാഗങ്ങൾ, ജനകരാഗങ്ങൾ എങ്ങനെയാണ് ക്രോഡീകരിച്ചിരുന്നത്? ആദ്യത്തെ മെയിൻ ക്ലാസിഫിക്കേഷൻ ഉത്തരാംഗം, പൂർവാംഗം, ഉത്തരാംഗം. പൂർവാംഗത്തിൽ 36 രാഗങ്ങൾ, ഉത്തരാംഗത്തിൽ 36 രാഗങ്ങൾ. ആദ്യത്തെ 36 രാഗത്തിൽ ശുദ്ധമധ്യമം, രണ്ടാമത്തെ 36 രാഗത്തിൽ പ്രതിമധ്യം. അപ്പോൾ 1ാമത്തെ രാഗത്തിൻ്റെ അതേ സ്വരസ്ഥാനമായിരിക്കും 37ാമത്തെ, എക്സെപ്റ്റ് മാ മാത്രമല്ല. അപ്പോൾ രണ്ടാമത്തെ സ്വരസ്ഥാനത്തിൻ്റെ അതേ സ്വരസ്ഥാനമായിരിക്കും 38ാമത്തേത്, എക്സെപ്റ്റ് മാ. ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് 36 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 72 മേളകർത്താരാഗങ്ങൾ എഴുതാം. മനസ്സിലായോ? നമസ്കാരം. ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങാം.